നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുതിരമുളക് കേട്ടോ. കഞ്ഞിക്കായാലും ശരി, ചോറിനായാലും ശരി, ചപ്പാത്തിയുടെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുതിരമുളക്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന വലിയ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് മുതിര, അതൊന്ന് നന്നായിട്ട് വറുത്തതിന് ശേഷം കുതിർത്തിയതാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളപ്പയർ. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർത്തി വെച്ചതാണ്. ആദ്യം നമുക്കിത് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒരു 4 വിസിലടുപ്പിക്കാം കേട്ടോ. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുതിരമുളക് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുതിര അത്യാവശ്യത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്യാസ് കൊളുത്തിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നനക്കിഴങ്ങ് എത്ര ഉണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് കാച്ചിലിൻ്റെ കഷ്ണം, ഇത് മുഴുവനായിട്ട് വേണ്ട. അപ്പോൾ നമ്മുടെ മുതിര ഞാൻ 4 പ്രാവശ്യം വിസിലടുപ്പിച്ചിട്ടുണ്ട്. കുക്കർ തുറക്കാറാവണേ ഉള്ളൂ. അപ്പോഴത്തേക്കും കാച്ചിലിൻ്റെ ഒരു കഷ്ണവും നനക്കിഴങ്ങും ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുതിര പയർ ഒക്കെ നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കർ കൂട്ടാൻ തന്നെ പറയാം, കുക്കർ മുളക് വിഷയം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കൂട്ടാനിലേക്ക് വേണ്ട ഉപ്പ്, അതുപോലെ തന്നെ ഞാനിവിടെ പൊടിപ്പിച്ചതാണ് മുളക് പൊടി, കുറച്ച് മതി, അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. ഇനി നമ്മളുടെ കഷ്ണങ്ങൾ നമ്മൾ പരിഞ്ഞ് വെച്ചിട്ടില്ലേ, ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. സാധാരണ നമ്മൾ കൂട്ടാനിലേക്ക് ഇടുന്ന ആ ഒരു ക്വാണ്ടിറ്റി വേണ്ട. അപ്പം ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കണ്ടോ, വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ കൂട്ടാൻ തന്നെ ആയിക്കോട്ടെ, ഒരു 2 വിസിലും കൂടി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിസിലടുപ്പിക്കണമെന്നില്ല, പക്ഷെ പെട്ടെന്ന് കാലാവുന്ന ഒരു കൂട്ടാനാണ്. അതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എന്താണ് ഉണ്ടാക്കിയാൽ മതി. മുതിരയും പയറും പറ്റുമെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 വിസിലും കൂടി അടുപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ മുതിരമുളക് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ടാവും. എന്താ ഒരു മണം വരുന്ന അറിയോ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഇത് അവോയ്ഡ് ചെയ്യരുത്, ഇതങ്ങനെ കീറിതിട്ട് കൊടുക്കുക. മാങ്ങ കാലത്ത് മതി കേട്ടോ. അതേപോലെ തന്നെ കറിവേപ്പില ചേർത്തി കൊടുക്കുക. ഇനി എന്താ അറിയോ, നമ്മൾ മുളക് സ്ഥിരം ചെയ്യണമാതിരി തന്നെ പച്ച വെളിച്ചെണ്ണ നല്ലോണം 1 ടേബിൾ സ്പൂൺ മതി. ഹായ്, കരിവേപ്പിലൊക്കെ മണം നന്നായിട്ടാണ് പിടിക്കട്ടെ കേട്ടോ. എന്താവും ഇതിൻ്റെ സ്വാദം അറിയോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നിരിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ചോറ് വിളമ്പിട്ടുണ്ട്. കുറച്ച് വേപ്പില കെട്ടി ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിനെക്കാട്ടിലൊക്കെ എനിക്ക് പ്രധാനം മുളക് കേട്ടോ, മുതിരമുളക്. ഒരു പഴയകാല വിഭവം. പണ്ട് തറവാട്ടിലൊക്കെ എപ്പോഴും രാത്രി ഒന്നെങ്കിൽ കഞ്ഞിയാവും അല്ലെങ്കിൽ ചോറാവും, എന്തായാലും ശരി മുത്തശ്ശി ഉണ്ടാക്കിയിരുന്നതാണത്. ഇത്രയും ടേസ്റ്റാണ്. അതിൻ്റെ മണം കേട്ടാൽ തന്നെ നമുക്ക് ചോറ് കടാന്ന് ചെല്ലും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം നനക്കിഴങ്ങും കാച്ചിലും ഒക്കെ കിട്ടുന്ന തിരുവാതിര സീസണാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാർ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കൂ കേട്ടോ. അപ്പോൾ ഉരുള തരാം. നല്ല ചൂടുണ്ട് കേട്ടോ. വേപ്പിലക്കട്ടി മാത്രമേ ചൂടില്ലാത്തുള്ളൂ. എനിക്കാച്ചാ ഈ നനക്കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ഇഷ്ടമാണ്. ചൂടുണ്ടെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് ഉരുള തരണമല്ലോ, അത് മുടക്കാൻ പാടില്ലല്ലോ. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.